ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് അടുത്തതായി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ശുഭവാർത്തകൾ, ഗുഡ് ന്യൂസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇത് റെഡ് കളർ നെയിൽ പോളിഷാണ്. ഇത് ലൈറ്റ് വയലറ്റ് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ്. ഇത് സെക്കൻഡ്. ഫസ്റ്റ് റെഡ് ആണ്, സെക്കൻഡ് വയലറ്റ് ആണ്. സെലക്ട് ചെയ്തോളൂ. സെലക്ട് ചെയ്ത് കാണുമല്ലോ, ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്താൽ മതിയല്ല. അല്ല എങ്കിൽ 1, 2 എന്നീ നമ്പറുകളും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം. ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ ലൈഫിലേക്ക് എന്ത് സന്തോഷ വാർത്തയാണ് വരാൻ പോകുന്നത്? ഹാർമണിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? സെക്കൻഡ് ഫേം ഫൗണ്ടേഷൻ. Obstacles and challenges. Partnerships and alliances. Foundation and achievements. Rest and rejuvenate. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഡിസെപ്ഷൻ ആൻഡ് എൻവി ആണ്. ആരുടെയെങ്കിലും അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ നിങ്ങളിലേക്ക് വരാതെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ടാരോ കാർഡ്സ് കൂടി എടുത്തിട്ട് റീഡ് ചെയ്യാവേ. Ace of Pentacles. Page of Wands. The Empress. Seven of Swords. The Lovers. Three of Pentacles. Three of Wands. Page of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജി ധാരാളം ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ആരിലൊക്കെയോ സാമ്പത്തികം വരുന്നുണ്ട്, ആരൊക്കെയോ എവിടുന്നൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹവും സമ്പത്തും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, ദൂര രാജ്യങ്ങളിൽ നിന്നും വന്നു ചേരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ദൂര രാജ്യങ്ങളിലേക്ക് പഠിക്കാനുള്ള ശ്രമമായിരിക്കാം, അല്ല എങ്കിൽ
എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ഒരു ശ്രമമാകാം. അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നതായിട്ട് ഇവിടെ കാണുന്നു. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹാർമണിയാണ്. ഹാർമണി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഐക്യം ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ഐക്യം ചേർന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ ഇതുവരെയും ലൈഫിൽ നിങ്ങൾക്ക് ഒരു അടിത്തറ ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, വിരിഞ്ഞിരിക്കുന്നവർ വരുമോ എന്നുള്ള ആകാംക്ഷയിൽ നോക്കിയിരുന്നു. അല്ലെങ്കിൽ പുതിയ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന എനർജി, സോൾമേറ്റ് കണക്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 6 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഈ ഒരു റൊമാൻറ്റിക് ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ സ്നേഹബന്ധത്തിന് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഐക്യം ചേർന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ ഐക്യം ചേർന്ന് മുന്നോട്ട് പോകുന്നത്. ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഐക്യം ചേർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ലേ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് 4 ആണ് വന്നിരിക്കുന്നത്. രാഹു എന്ന നവഗ്രഹങ്ങളിൽ രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള കാർഡാണിത്. ഒരു നല്ല ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. എല്ലാവർക്കും ആഗ്രഹം എന്താണ്, ഒരു സാമ്പത്തിക ഭദ്രത ലഭിക്കണം, അല്ലെങ്കിൽ സ്നേഹത്തിനൊരു ഭദ്രത ലഭിക്കണം. സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ വേർപിരിഞ്ഞു പോകാൻ പാടില്ല. ഇവിടെ ഒരു ഭദ്രത ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരാണ്? സാമ്പത്തികമായ ഒരു ഭദ്രത ആഗ്രഹിക്കാത്തവർ ആരാണ്? ആരുമില്ല. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നല്ല ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതം അടിയുറച്ചതായിരിക്കും, അടിത്തറ ഉണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിനെ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ അത് പെർമനന്റ് ആയ ജോലി, സ്ഥിരമായ ഒരു വരുമാനം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ആവാം. സ്ഥിരമായ വരുമാനത്തിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനും അതിനൊരു അടിത്തറ ഉണ്ടാക്കുവാനും സാധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇതുവഴിയാണ് എങ്ങനെയാണത് അടിത്തറ ഉണ്ടാവുന്നത്? ഹാർമണി ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇവിടെ സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തിനൊരു ഭദ്രത ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ഉണ്ട്, തടസ്സങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, വർക്ക്ഹോളിക് ആയിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്കാണല്ലോ ഫൗണ്ടേഷൻ വരുന്നത്. ഫൗണ്ടേഷൻ അടിത്തറ ഉറയ്ക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ്. ഏത് കാര്യത്തിലാണ് അടിത്തറ വേണ്ടത്? ഭദ്രമായ ഒരു അടിത്തറ എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെയും സാമ്പത്തികത്തിന്റെയും വരാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഇതിനെ ഒന്ന് മറികടന്ന് ഒരുപാട് പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് വന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും. കണ്ടില്ലേ, മുന്നോട്ട് നടക്കുമ്പോൾ മറ്റൊരു പ്രശ്നം, ഒരു പ്രശ്നത്തിൽ നിന്നും മറികടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ മറ്റൊരു പ്രശ്നം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ആ ഒരു പ്രശ്നത്തിൽ നിന്നും മറികടക്കുമ്പോൾ മറ്റൊരു പ്രശ്നം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഇവിടെ എന്നാണ് കാണുന്നത്. ഇവിടെ അതിനെ ചലഞ്ച് ചെയ്ത് ഒന്നിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ ഒന്നിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് കാണാൻ കഴിയുന്നു. മുന്നോട്ട് വരാതിരിക്കാൻ പറ്റില്ല. കാരണം ആർക്കും എങ്ങും ഒരേ അവസ്ഥയിൽ ഒരുപാട് കാലം കഴിയാൻ പറ്റില്ല. അവിടെ നിന്ന് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായി നിങ്ങൾ മുന്നോട്ട് വരികയാണ്. പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് കണ്ടില്ലേ, ഇവിടെ പാർട്ണർഷിപ്പ് ചേർന്ന് ഐക്യം പ്രാപിച്ച് മുന്നോട്ടൊരു നല്ല ലൈഫിലേക്ക് പോകുന്നുണ്ട്. അത് നിങ്ങളെ സ്റ്റെബിലിറ്റിയിലേക്ക് നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെയും 4 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് തന്നെ കാണുന്നു. കാരണം ഇവിടെ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ ആപത്ഘട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ നിരാശ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന്, നിങ്ങളെ അപകടം പിടിച്ച ഒരു ലൈഫിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്താനായിട്ട് നിങ്ങളെ ദൈവം തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അത്രമാത്രം അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അതുപോലെ ഉള്ള ഒരു പാർട്ണർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ ആദ്യമായി കണ്ടുമുട്ടുന്നവരാവാം, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു പോകുന്നവരാവാം, ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നവരും ആകാം. ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹാർമണിയാണ്. ഈ ഒരു ഹാർമണി ഇവിടെ ഫൗണ്ടേഷൻ ഉണ്ടാവുന്നു.
സ്ഥിരമായി ആ ഒരു നിലനിൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അവിടെ ഒബ്സ്റ്റക്കിൾസിന്റെ തടസ്സങ്ങളെ എല്ലാം വെല്ലുവിളികളെ എല്ലാത്തിനെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് ചേർന്നുള്ള ഒരു ലൈഫ്? തീർച്ചയായിട്ടും ഐക്യം ചേർന്ന് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചേർന്നുള്ള ലൈഫിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് സക്സസ് വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഏതൊരു ഘട്ടത്തിൽ ഏതൊരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ കൈപിടിച്ചുയർത്താൻ വരുന്നുണ്ടാവും. അല്ല എങ്കിൽ ദൈവസഹായം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്പർ 3 എന്ന് പറയുമ്പോൾ ഇവിടെ വ്യാഴാനുഗ്രഹമാണ്. വ്യാഴത്തിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നത് എന്താണ്? ദൈവാനുഗ്രഹത്തിന്റെ രൂപത്തിലാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭദ്രത വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിനപ്പുറത്തായിട്ട് മഴവില്ല് കാണാൻ തുടങ്ങുന്നു. ഈ മഴവില്ല് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരുന്നതാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം എന്താണ്? ഇവിടെ 7 വർണ്ണങ്ങൾ നിറഞ്ഞ അതിമനോഹരമായ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നുണ്ട്. അതുവഴിയാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ലഭിക്കുന്നത്. ജീവിതത്തിന്റെ അടിത്തറ വരുന്നത് എങ്ങനെയാണ്? ആഗ്രഹങ്ങൾ സഫലമാകുമ്പോഴാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുള്ളപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നു. ആ സ്വപ്നങ്ങളെ നിലനിർത്താൻ വേണ്ടി, അതിനെ നിലനിർത്തുക എന്ന് പറയുമ്പോൾ അതിനെ സഫലമാക്കാൻ വേണ്ടിയും അത് നേടിയെടുക്കാൻ വേണ്ടിയും സാക്ഷാത്കാരം നേടാൻ വേണ്ടി നിങ്ങളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർക്കാണ് ജീവിതത്തിൽ അടിത്തറ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് വീടായിരിക്കും പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെങ്കിൽ വാഹനമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തോട് ഒത്തുചേർന്ന് പിരിഞ്ഞു പോയവർ വന്നിട്ട് കുടുംബത്തോട് ഒത്തുചേർന്ന് കുട്ടികളുമായി സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകണം എന്നായിരിക്കും ചിലർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ഇവിടെ 3 തവണ ഇവിടെ 4 വന്നിട്ടുണ്ട്. കണ്ടല്ലേ? ഇവിടെയും റെസ്റ്റ് ആൻഡ് റെജുവനേറ്റ് ആണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു തോൽവി സംഭവിച്ചിട്ടുണ്ട്. ഈ തോൽവി വരുമ്പോൾ എന്താണ്? അത് ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ശിക്ഷയാണ്. നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന ഈ പീരീഡിൽ നിന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരും. എങ്ങനെയാണ്? നിങ്ങൾ തളിർത്തു കൊടുത്ത് വീണ്ടും പുതിയ ഉന്മേഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുന്നതും യൂണിവേഴ്സ് തന്നെയാണ്. യൂണിവേഴ്സാണ് നിങ്ങളുടെ കർമ്മയെ തീർക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മയുടെ ഫലം അനുഭവിക്കുകയാണ് നിങ്ങളിവിടെ. അതാണ് നിങ്ങൾക്കിവിടെ ഈ ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങളെ പാകപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരികയാണ് യൂണിവേഴ്സ്. അതായത് നിങ്ങളെ വീണ്ടും ഒരു പുതിയ ലൈഫിലേക്ക്, പുതിയ ഒരു ജന്മത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റെസ്റ്റ് ആൻഡ് റെജുവിനേറ്റ്, റെസ്റ്റ് എടുക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയാകും. ഈ റെസ്റ്റ് എടുക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങളുടെ കർമ്മ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും നല്ല ഒരു ലൈഫിലേക്ക് വരാൻ സാധിക്കും. ഒരുപാട് കാലം നിങ്ങൾ ഇത് അനുഭവിച്ച് കഴിയുമ്പോൾ, ചിലർക്ക് കുറച്ചു കാലം അനുഭവിച്ചാൽ മതിയാവും, ചിലർക്ക് ഒരുപാട് കാലം അനുഭവിച്ചാൽ മതിയാവും. ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. വീണ്ടും ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റെസ്റ്റ് ആൻഡ് റിജുവനേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ അല്ലേ? ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അടിത്തറ ഉറയ്ക്കാൻ പോകുന്ന ജീവിതത്തിൽ ഒരു ഭദ്രത വരികയല്ലേ ചെയ്യുന്നത്. അത് എങ്ങനെയാണ്? സാമ്പത്തികമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലർക്ക് പുതിയ ശമ്പളം കിട്ടാനുള്ള എനർജി ആവാം. ചിലർ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയിരിക്കുന്ന എനർജിയും ആവാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവികമായ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. സാമ്പത്തികമായ ചില സഹായങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് ദൈവം തന്നെ ആവാം, അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളിൽ നിന്നുമാകാം. ചില സാഹചര്യങ്ങളോ ചില വ്യക്തികളോ ഒക്കെ നിങ്ങൾക്ക് സാമ്പത്തിക സഹായവുമായി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ മറ്റു നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ലോണുകളാവാം, അല്ല എങ്കിൽ നിങ്ങൾ കടം ചോദിച്ച വ്യക്തികൾ നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ ശമ്പളം കിട്ടാനുള്ളതാവാം, അല്ല എങ്കിൽ പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയുമുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും നിങ്ങളിലേക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സുകൾ വരുന്നുണ്ട്. സമ്പത്തിൻ്റെതായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് ദൈവാനുഗ്രഹത്തോടു കൂടി മാത്രമാണ് അത് വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഭൂമി പെന്റക്കിൾ എന്ന് പറയുമ്പോൾ എർത്ത് സൈനാണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി.
ഇത് നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനും വാഹനം വാങ്ങിക്കാനും ഒക്കെ ഉള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഓർണമെന്റ്സ് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഡിവൈൻ ഹാൻഡാണ് ഇവിടെ ഈ സാമ്പത്തികം തരുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതത്തിന്റെ അടിത്തറ ഉറപ്പിക്കാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ ലൈഫിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയോ ബിസിനസ്സുകൾ, സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾ പല വിധത്തിലുള്ള ബിസിനസ്സുകളും തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അങ്ങനെ ബിസിനസ് തുടങ്ങിയിട്ട് ഓരോ ദിവസവും അതിന്റെ പ്രോഗ്രസിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന എനർജി ഉണ്ട്. ബിസിനസ് തുടങ്ങിയിട്ട് ഓരോ ദിവസവും നിങ്ങൾ എന്തുമാത്രം പ്രോഗ്രസ് അതിന് വന്നിരിക്കുന്നു എന്ന് അന്വേഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. വാൺസ് ഓഫ് ഫയർ സൈൻ ആണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഭയങ്കരമായ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൺലൈൻ വഴി ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം, അതിനുള്ള ആവേശം ഉറക്കം പോലും ഇല്ലാതെ രാവിലെ ഇതിൽ എന്താണ് പ്രോഗ്രസ് വന്നിരിക്കുന്നത് എന്ന് നോക്കുകയാണ് ഓരോ ദിവസവും. ഇവിടെ അടുത്തതായിട്ട് എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എംപ്രസിന്റെ എനർജി കൊണ്ടുവരുന്നത് എന്താണ്? മഹാഭാഗ്യമാണ്. ഇവിടെ വ്യാഴത്തിന്റെ അനുഗ്രഹമാണ് വന്നിരിക്കുന്ന ഗ്രഹങ്ങളിൽ. വ്യാഴത്തിന്റെ അനുഗ്രഹം മൂന്നാമതായി വരുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ഈ വ്യാഴാനുഗ്രഹം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? വളരെ വലിയ ഭാഗ്യമാണ്. ഒരുപാട് ഭാഗ്യത്തെ തരുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ, അതായത് നിങ്ങൾക്ക് ജോലി ലഭിക്കാനും വിവാഹം നടക്കാനും ഉള്ള സാധ്യത, കുട്ടികളുണ്ടാകാനുള്ള സാധ്യത, കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ ഉള്ള സാധ്യത, മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക, നിങ്ങളെ കാണുമ്പോൾ ബഹുമാനിക്കുക, നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാവുക, നിങ്ങളെ കാണുമ്പോൾ തന്നെ എഴുന്നേറ്റ് നമസ്കരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുക മറ്റുള്ളവർക്ക്. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇത് മഹാഭാഗ്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. അത്രമാത്രം നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു അവസ്ഥ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും പലരുടെയും വിവാഹം ഇവിടെ നടക്കുന്ന എനർജിയാണ്. പലരും വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന എനർജി. ഇവിടെ പലരുടെയും വിവാഹം നടക്കുന്നു. കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവുന്ന സമയമായിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് സന്തോഷിക്കുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതുവരെയും ആരും കൂട്ടിനില്ല, ഒറ്റയ്ക്കായി പോയി, വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ സെക്കൻഡ് മാരേജ് ആവാം. അങ്ങനെയും ഹസ്ബൻഡ് മരിച്ചിട്ട് വീണ്ടും നോക്കിയിരിക്കുകയാണ്, വീണ്ടും ഒറ്റയ്ക്കായി പോയി ലൈഫ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കൂട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ വീണ്ടും പുതിയ വിവാഹം നടക്കുന്നുണ്ട്. ഈ ഒരു വിവാഹത്തിൽ വീണ്ടും ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന 7 ഓഫ് സോർട്സ് ആണ്. കണ്ടില്ലേ? ഇവിടെ 7 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ എന്തോ ചീറ്റിംഗ് എനർജിയാണ്. നിങ്ങളുടെ കണ്ണിൽ നോക്കി കൃഷ്ണമണി മോഷ്ടിക്കുക എന്ന് പറയാറില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ചില ആൾക്കാരുടെ എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിയാണ്. കാരണം നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെ നിങ്ങളോടൊപ്പം നടന്നവർ നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാകുന്നു. ഇവിടെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. കാരണം വിജയം എപ്പോഴും നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അവിടെ ഈ ഒരു വിജയം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ദൃഷ്ടി പതിക്കാം. മനസ്സിലായില്ലേ? ഇവിടെ കാണുന്നത് എന്താണ്? ഡിസെപ്ഷൻ ആൻഡ് എൻവിയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു ദൃഷ്ടിയാണത്. ഈ നെഗറ്റീവായിട്ടുള്ള ദൃഷ്ടി പോസിറ്റീവായാലും നെഗറ്റീവായാലും ഏറ്റവും സ്പീഡിൽ സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു എനർജിയാണ്. നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് വ്യാപിക്കുന്നത്. അപ്പോൾ അതിനെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ 7 ഓഫ് സോർഡ്സ് എല്ലാത്തിലും വിജയം വേണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർ മറ്റുള്ളവരുടെ മുൻപിൽ താഴാൻ തയ്യാറില്ല. എനിക്ക് ജയിച്ചു നിൽക്കണം, എന്നെ കവിഞ്ഞ് മറ്റാരും ഉണ്ടാവരുത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പൈസയും സാമ്പത്തികവും അല്ല എങ്കിൽ മറ്റ് പല കാര്യങ്ങളിലേക്കും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കൂടെ നടക്കുന്നവരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അവരോട് അമിതമായ സ്നേഹത്തിനോ അല്ലെങ്കിൽ ആൾക്കാരെ അറിഞ്ഞു പെരുമാറുക, അത് മതി. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ അബദ്ധത്തിൽ നിന്നും ഒഴിവായി കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്.
വരാൻ പോകുന്ന അബദ്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും, ഒന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് ഇത് ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. മേജർ അർഖാനയാണ് ഇത് ലവേഴ്സ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഹാർമണി വന്നിരിക്കുന്നു, ഇവിടെ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ്, ഇവിടെ കണ്ടില്ലേ ലവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് പേർ ഇവിടെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ആഗ്രഹിക്കുന്നത് പോലെയുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ റാഫേൽ മാലാഖയുടെ അനുഗ്രഹമാണ്. പരസ്പരം ഹീല് ചെയ്യുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ആർക്കേഞ്ചൽ റാഫേലിന്റെ അനുഗ്രഹം നിങ്ങളെ ഹീല് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നു. മെന്റലി ആയാലും ഫിസിക്കലി ആയാലും നിങ്ങൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ പോസിറ്റീവായ എനർജി നിലനിർത്തുന്നതും നിങ്ങൾക്ക് ഈ ഒരു മാലാഖയുടെ ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്ങോട് കൂടിയാണ്. അപ്പോൾ ഇത് ഒത്തിരി നാൾ, വളരെ കാലം, ഒത്തിരി നാളെന്ന് പറയുമ്പോൾ ഒത്തിരി നാൾ നീണ്ടു നിൽക്കുന്ന ഒരു നല്ല ബന്ധമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. വളരെയധികം സന്തോഷകരമായി ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് പലരും കണ്ടുമുട്ടാതിരുന്നവർ കണ്ടുമുട്ടുന്നു. സോൾമേറ്റ് കണക്ഷൻ ഉള്ളവരായിരിക്കാം. അങ്ങനെയുള്ളവർ കണ്ടുമുട്ടി നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒന്നു ചേർന്ന് വളരെയധികം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയി ജീവിതത്തിൽ നല്ല ഒരു സക്സസ് നേടിയെടുക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പലർക്കും സാമ്പത്തികം വരുന്ന എനർജി ഇവിടെ 3 ഓഫ് പെന്റക്കിൾ ആണ് വന്നിരിക്കുന്നത്. പെന്റക്കിൾ എയർ സൈൻ ആണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് കാര്യങ്ങളിൽ എന്തോ സംസാരിക്കുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടിയുടെ സ്വാധീനം കടന്നു വന്നിട്ടുണ്ടാവാം. ഇവിടെയും 3 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. 3 ഓഫ് വാൻസും വന്നിട്ടുണ്ട്, 3 ഓഫ് പെന്റക്കിളും വന്നിട്ടുണ്ട്. എവിടെയോ നിങ്ങൾക്കിടയിൽ ഇവിടെ കണ്ടില്ലേ, ഇത്തരം സമൃദ്ധി നിറഞ്ഞ ഈ ഒരു ലൈഫിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുവഴി ഇവിടെ ചീറ്റിംഗ് വന്നിരിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇത് പ്രത്യേകം ഓർത്തിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒത്തിരി പിന്നീട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരരുത്. അതാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയോ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ നോക്കി നിൽക്കാം. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് വേണമെങ്കിലും ചിന്തിക്കാം. ആർക്ക് വേണ്ടിയോ നിങ്ങളിവിടെ കാത്തു നിൽക്കുന്ന എനർജി ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് തരുന്നത് എന്താണോ അതിനുവേണ്ടി ഇവിടെ നിങ്ങൾ കാത്തു നിൽക്കുന്ന എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചില വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ളതായിരിക്കാം, മറ്റു രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന എനർജിയും ഇവിടെ എന്തിനു വേണ്ടിയോ കാത്തിരിക്കാം. അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വിസയ്ക്കോ പാസ്പോർട്ടിനോ എന്തിനോ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന എനർജി ഉണ്ട്. അത് മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് ചലിക്കാൻ വേണ്ടി ഉള്ള കാത്തിരിപ്പാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ആഗ്രഹിക്കുന്ന പ്രണയം ലഭിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്ന സ്നേഹം ലഭിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടുകൂടി, വളരെ പ്രതീക്ഷകളോടുകൂടി നിങ്ങൾ എന്താണോ ഇവിടെ നോക്കിയിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ പേജ് ഓഫ് കപ്സ് കൊണ്ടുവരുന്നത്. കാരണം ഇവിടെ വളരെയധികം ഉത്സാഹത്തോടു കൂടിയാണ് നിങ്ങളിലേക്ക് ആരോ പ്രണയം തൊടുത്തു വിടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഓരോ ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടായിരിക്കണം, നിങ്ങളെക്കാളും ഇളയ വ്യക്തിയായിരിക്കണം. ആ വ്യക്തി നിങ്ങളെക്കാളും യങ്ങായിരിക്കാം എന്ന് ഇവിടെ കാണുന്നുണ്ട്. യങ്ങായിരിക്കുന്ന ആ വ്യക്തിക്ക് വളരെയധികം ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സമ്മാനങ്ങളും സന്തോഷങ്ങളും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ചില കാര്യങ്ങളിലേക്കുള്ള സക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമമായിരിക്കാം. അതൊക്കെ ഇവിടെ സാധിക്കുന്ന എനർജി ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല എനർജി, നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന എനർജിയാണ്. അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നല്ല ലവ് പ്രപ്പോസൽ വരുന്നുണ്ട്, നല്ല ജീവിതത്തിലേക്ക് കിടക്കുന്നുണ്ട്, ലൈഫിന് ഭദ്രത വരുന്നുണ്ട്. ഇവിടെ ലവ് പ്രപ്പോസലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ലൈഫാണ്. സന്തോഷകരമായി മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു പറയത്തക്ക ഒരു എനർജിയാണ്. ഇതൊക്കെയാണ് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം.
രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ്, ലൈറ്റ് വയലറ്റ് കളറിലെ നെയിൽ പോളിഷ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ചൂസ് വൈസ്ലി എന്നാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഷാഡോ, ക്രൗൺ ചക്ര, heartache and loss, passion ignited, spiritual strength, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സഫറിങ് ഇൻ സൈലൻസ്. സൈലൻസിനോട് പൊരുത്തുകയാണ്. കണ്ടില്ലേ, ഒരുപാട് പേർ, പലരും ഒറ്റയ്ക്കായി പോയി. Queen of Wands, Six of Swords, Ace of Cups, Ten of Wands, the Wheel of Fortune, Page of Cups, Queen of Cups. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ്, ജോലി കാര്യത്തിലായാലും വിവാഹ കാര്യങ്ങളിലായാലും ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്കതിൽ എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. എല്ലാം സെലക്ട് ചെയ്യാനുമുള്ള മൂടുണ്ട്, പക്ഷെ എന്താണ് എല്ലാം കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ എന്ത് വേണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്, കുറച്ച് നെഗറ്റീവായിട്ടിരിക്കുന്നു സാഹചര്യം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളോടൊപ്പം. ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഇത്രമാത്രം വലിയ നല്ല ഓപ്ഷൻസ് വരില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സഫറിങ് ഇൻ സൈലൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സ്പിരിച്വൽ യൂണിയൻ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നു എന്നുള്ള ചിന്ത, ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുടെ എനർജി. കാരണം എന്താണ്, ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയി എന്നുള്ള ചിന്തയാണ് പലർക്കും. പക്ഷെ അത് വേണ്ട. ഇവിടെ നിങ്ങളോടൊപ്പം കൂട്ടുചേരാൻ ആൾക്കാർ വരുന്നുണ്ട്. സ്പിരിച്വൽ യൂണിയനാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഏത് പ്രായത്തിലായാലും നിങ്ങളോടൊപ്പം കൂട്ടുചേരാൻ ആൾക്കാർ വരും, വരാതിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ചൂസ് വൈസ്ലിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എന്താണ് പറയുന്നത്, ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യൂ എന്നാണ്. വൈസ്ലി, ചൂസ് വൈസ്ലി, ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യൂ. ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, വിഷമിക്കേണ്ടതായ അവസ്ഥ വരില്ല. ഇപ്പോഴൊരു കോഴ്സിന് പഠിക്കാൻ പോകുന്നു, അവിടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്താണ് വേണ്ടത്, നിങ്ങളുടെ ചോയ്സ് എന്താണ്, നിങ്ങളുടെ ഓപ്ഷൻ എന്താണ്, ഇതൊക്കെ ശ്രദ്ധിച്ച് വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ ജോലി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്തിലാണോ ആ ഒരു വിഷയമാണ് സെലക്ട് ചെയ്യേണ്ടത്, ആ ഒരു ജോലിയിലേക്കാണ് പോകേണ്ടത്. പഠിക്കുമ്പോഴും ആ ഒരു ശ്രദ്ധയിൽ വേണം മുന്നോട്ട് പോകാൻ. ഇഷ്ടമുള്ളത്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണ്, അല്ലാതെ കൂടുതൽ ചോയ്സ് ഉണ്ട് എന്ന് കരുതി നിങ്ങളൊന്നും സെലക്ട് ചെയ്യാൻ പാടില്ല.
ഇവിടെ നിങ്ങളുടെ മനസ്സിന് എന്താണോ ഇഷ്ടമുള്ളത് അത് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ബുദ്ധിപൂർവ്വം അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രകാശം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, സക്സസിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ ഷാഡോയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പകൽ സമയത്തായാലും രാത്രിയിലായാലും നടക്കുമ്പോൾ ചിലപ്പോൾ നിഴൽ കണ്ട് പേടിക്കുന്ന ഒരവസ്ഥ വരാം. അത് എന്തുകൊണ്ടാണ് നിഴൽ കണ്ട് പേടിക്കുന്ന ഒരവസ്ഥ വരുന്നത്? എപ്പോഴാണ്? തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അഡിക്റ്റ് ആയിട്ടുണ്ടായിരിക്കാം. അവിടെ ഒരു അടിമത്തം അനുഭവിക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ കാണാം. എന്തിനോടെങ്കിലും കൂടുതൽ അമിതമായ ഒരു താല്പര്യം വന്നിട്ട് അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വളരെയധികം ബുദ്ധിമുട്ടാവും. മറ്റൊന്ന് ഇഷ്ടപ്പെടാൻ നിങ്ങളെ കൊണ്ട് പറ്റി എന്ന് വരില്ല. അതാണ് ഇവിടെ നിഴൽ കാണുന്ന ഒരവസ്ഥ, അതായത് പേടി അനുഭവപ്പെടുന്ന ഒരവസ്ഥ. ഈ പേടി അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാവാം, അറിഞ്ഞുകൊണ്ടല്ലാതെയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിഴൽ കണ്ടു പേടിക്കുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിഴൽ കണ്ടു പേടിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 7 ചക്രാസില് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. ക്രൗൺ ചക്ര ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ്, ഏറ്റവും ടോപ്പിലായിട്ട് ഉച്ചഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 1000 ഇതളുകളുള്ള സഹസ്രാരപത്മം എന്ന് പറയുന്ന ചക്രയുടെ ആക്ടിവേഷനാണ്. അപ്പോൾ ആ ഒരു ചക്രയെ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രപഞ്ചസത്യം മനസ്സിലാക്കാനുള്ള കഴിവ് വരും. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വിഷമസ്ഥിതികൾ മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നു. നിങ്ങളിവിടെ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പലർക്കും ക്രൗൺ ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട്, ഇല്ലാത്തവർ അത് ആക്റ്റീവാക്കി എടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രപഞ്ചസത്യം മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ലഭിക്കും. അറിവ് ലഭിക്കുമ്പോൾ തന്നെയും മനഃശാന്തി, സന്തോഷം ഒക്കെ ലഭിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹാർട്ട് ആൻഡ് ലോസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഹൃദയം മുറിപ്പെടുന്ന വേദന അനുഭവിച്ചിട്ടുണ്ടാവാം. കാരണം ഒരുപാട് നഷ്ടങ്ങൾ, ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ആവശ്യമില്ലാത്ത സംസാരം, ഇതൊക്കെ കൊണ്ടും നിങ്ങൾക്ക് ഹൃദയപരമായ വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥ വരും. അല്ലാതെയും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാം, ചില അസുഖങ്ങൾ കൊണ്ട്. ചില ആൾക്കാർ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആൾക്കാർ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും. ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. എന്തൊക്കെ നഷ്ടങ്ങളാണ്? ഹൃദയപരമായ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് നഷ്ടങ്ങളെ കൊണ്ടുവരുന്ന ഒരു എനർജിയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയണം. അതിനാണ് ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ എടുക്കണം എന്ന് പറയുന്നത്. ക്രൗൺ ചക്രയെ ആക്റ്റീവാക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. തീർച്ചയായിട്ടും സ്പിരിച്വൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം മനഃശാന്തി ലഭിക്കുന്ന എനർജിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരണം. ഇത്തരത്തിലുള്ള അവസ്ഥ, സ്വന്തം നിഴൽ കണ്ട് പേടിക്കുന്ന അവസ്ഥ വരികയില്ല. ബുദ്ധിപൂർവ്വം ജീവിതത്തിൽ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. പാഷൻ ഇഗ്നൈറ്റഡ് ആണ് പലർക്കും. ആവേശം ആളിക്കത്തുകയാണ്. എന്തിനു വേണ്ടിയോ ഒരുപാട് കാര്യങ്ങളിൽ ആഗ്രഹമുണ്ട്. നല്ല ഒരു ജീവിതത്തിന് വേണ്ടി, നല്ല ഒരു ജോലിക്ക് വേണ്ടി, പല കാര്യങ്ങളിലും മുന്നോട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്താണ്, പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ട് വിഷമിക്കുന്ന അവസ്ഥയാണ് ഹാർട്ട് ആൻഡ് ലോസ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവാം, അത് ലഭിക്കാത്ത അവസ്ഥ. ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരികയാണ്. ഒന്നിൽ നിന്ന് കരകയറുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ ഒന്നൊന്നായി അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. തീർച്ചയായിട്ടും ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരും.
അതിനാണ് ഇവിടെ സ്പിരിച്വൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ദൈവികമായ ചിന്തകളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നത്. ആ ഒരു സ്ട്രെങ്ത് വർദ്ധിച്ചു വരുമ്പോൾ സ്പിരിച്വലി നിങ്ങൾ കണക്ട് ആവാൻ തുടങ്ങുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും വരുന്ന അവസ്ഥ വരും. ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതായിട്ടും ഇവിടെ പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് ഹെൽത്തും വെൽത്തും ഒക്കെ ആകർഷിക്കപ്പെട്ടു വരുന്നുണ്ട്. പല സാഹചര്യങ്ങളും പല വ്യക്തികളും നിങ്ങളിലേക്ക് കണക്ട് ആവാൻ തുടങ്ങും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനസികമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ ഏത് കാര്യത്തിലായാലും നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരവസ്ഥ, കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു സക്സസ്, നല്ല ഒരു പ്രോഗ്രസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷകൾ പൂവണിയുന്ന സമയം. പ്രതീക്ഷകൾ പൂവണിയുന്നത് എപ്പോഴാണ്? ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുമ്പോഴാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്നത്. ചില സമയങ്ങൾ കർമ്മ ഒടുങ്ങണം. കർമ്മ തീർന്നു കിട്ടുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ നിങ്ങൾ ജന്മത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജി, കാരണം ഇവിടെ ദൈവികമായ എനർജി നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ധാരാളമായി വരികയും അതുവഴിയാണ് നിങ്ങൾ സമൂഹത്തിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ വസ്ത്രധാരണ രീതിയിലും നിങ്ങളുടെ എടുപ്പിലും നടപ്പിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആകാരവടിവ സൗന്ദര്യം ഒക്കെ നിങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വൺസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അങ്ങനെ നിങ്ങൾക്ക് ക്യൂനാവാൻ സാധിക്കുന്നു. കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 6 ഓഫ് സോഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ ഈ ഷാഡോ കാണുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇരുണ്ട മുഖം നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. ആ ഒരു മുഖം കാണാൻ തുടങ്ങുന്നത് നെഗറ്റിവിറ്റി കൂടുതൽ നിങ്ങളിലേക്ക് വരുമ്പോൾ ആണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം, നെഗറ്റീവായിരിക്കുന്ന പല സാഹചര്യങ്ങൾ, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് 6 ഓഫ് സോഡ്സ് പറയുന്നത്. മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും കുടുംബസഹിതം നിങ്ങൾക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതൊരു സാഹചര്യമായാലും ജോലിക്കാര്യത്തിലായാലും പ്രൊമോഷൻ നേടി മറ്റൊരിടത്തേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വിറ്റിട്ട് മറ്റൊരിടത്തേക്ക് താമസം മാറുന്ന എനർജി. പുതിയ ചില സാഹചര്യങ്ങളുമായി നിങ്ങൾ കണക്ട് ആവുന്നുണ്ട്. അത് ഏത് കാര്യത്തിലായാലും, സ്നേഹത്തിന്റെ കാര്യത്തിലായാലും, ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, കരിയർ സംബന്ധമായ കാര്യങ്ങൾ, ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പുതിയ താമസ സ്ഥലത്തേക്ക് മാറുന്നതായിട്ടാണ്, കുടുംബസഹിതം മാറുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ പിതൃക്കളുടെ, നിങ്ങളുടെ പൂർവികരുടെ, ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു വരികയാണ്, ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഹൃദയം നിറഞ്ഞ പ്രണയം, ആരൊക്കെയോ നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെയും നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത തരത്തിലുള്ള ഒരു ദൈവികമായ ബന്ധം, ദൈവികമായ ഒരു കണക്ഷൻ, ദൈവികമായ ഒരു പ്രണയം നിങ്ങളിലേക്ക് ആരോ തൊടുത്തു വിടുന്നുണ്ട്. ആരോ ഇപ്പോൾ പുതിയതായി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഇവിടെ വിവാഹം നടക്കുന്ന സാധ്യതയാണ്, വിവാഹം നടക്കാൻ പോകുന്നു. പലരുടെയും വിവാഹം നടക്കുന്ന എനർജിയാണ്. ഇവിടെ ദൈവികമായ ഒരു എനർജി, ദൈവികമായ ഒരു കൂട്ടിച്ചേരൽ കൊണ്ടുവരികയാണ് ഇവിടെ എന്നാണ് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന പ്രണയം നിങ്ങളിലേക്ക് ആരോ തൊടുത്തു വിടുന്നുണ്ട്. ആരോ നിങ്ങൾക്കത് സമ്മാനിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ വന്നു ചേരാം, അല്ലെങ്കിൽ പുതിയതായി നിങ്ങൾക്കൊരു ലവ് പ്രപ്പോസൽ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാര്യേജ് പ്രപ്പോസൽ, പുതിയതായൊരു ലൈഫിലേക്ക് കടക്കുന്നതായി. അത് വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള ഒരു ലൈഫാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്.
അത്തരത്തിലുള്ള ഒരു ഗുഡ് ന്യൂസ്, വളരെ വളരെ സന്തോഷകരമായ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നാണ്. വളരെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക്, സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാം വിട്ടൊഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ഹാപ്പിനെസ് നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ 10 of Wands ആണ് വന്നിരിക്കുന്നത്. ഒരു ജോലി നിങ്ങൾ തീർത്തു വെക്കുന്നു, ഭാരമേറിയ ഒരു ജോലി. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളാണ് എല്ലാം വഹിച്ചിരുന്നത്, എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകിയിരുന്ന നിങ്ങൾ മാത്രമായിരുന്നു, നിങ്ങളെ കൊണ്ടായിരുന്നു ഒരു കുടുംബം മുഴുവൻ കഴിഞ്ഞിരുന്നത് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. അത്തരത്തിൽ നിങ്ങൾ ഒരുപാട് ഭാരം ചുമന്നിട്ടുണ്ട്. പക്ഷെ ഈ ഭാരം ചുമന്നാൽ പോലും അതിന് തക്കതായ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ആ ഒരു വിധത്തിൽ പോലും സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇതെല്ലാം താഴെ വെച്ചിട്ട് നിങ്ങൾ പുതിയ ഒരു ലൈഫിലേക്ക് പോകുന്നു, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ ആ ഭാരം നിങ്ങൾ താഴെ വയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ജീവിതം എൻഡാകുന്നു, നിങ്ങളുടെ ഭാരമേറിയ ഒരു ജീവിതം നിങ്ങളുടെ എൻഡാകുന്നു. പ്രതിസന്ധി നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് ഇവിടെ എൻഡാവാൻ പോകുന്നു, അവസാനിക്കാൻ പോകുന്നു. സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പോകുന്നു. ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം, നല്ല ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊരു കാര്യത്തിലും, സാമ്പത്തികപരമായാലും കരിയർ സംബന്ധമായ കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ വീട്, വാഹനം ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം, നിങ്ങൾ വിചാരിച്ചിരിക്കാതെ അപ്രതീക്ഷിതമായ ചില ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. കാരണം ഇതുവരെ ഇല്ലാതിരുന്ന ഭാഗ്യമാണ് നിങ്ങൾക്കിനി ഭാഗ്യത്തിന്റെ ദിനങ്ങൾ വരാൻ പോകുന്നു. ഒരുപാട് പേർക്ക് ഇവിടെ നല്ല സൗഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടടുത്ത് കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള സാധ്യത വരുന്നുണ്ട്. അതുപോലെ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനം, ശമ്പളം ലഭിക്കാൻ, അതുപോലെ ഏതൊരു കാര്യത്തിലും സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഇവിടെയും നല്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം. പേജ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന ആൾക്കാരുടെ എനർജിയാണ്. പ്രതീക്ഷകളാണ് ജീവിതം മുഴുവനും. എന്തൊക്കെയോ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന ആ പ്രതീക്ഷകൾ പൂവണിയുന്ന സമയം അടുത്തിരിക്കുന്നു നിങ്ങളിലേക്ക്. കണ്ടില്ലേ? നിങ്ങളിലേക്ക് ആരൊക്കെയോ ഇവിടെ ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജി, അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് വിലപിടിപ്പുള്ള എന്തൊക്കെയോ ഗിഫ്റ്റുകൾ ആരൊക്കെയോ നിങ്ങളിലേക്ക്, ആരെങ്കിലും നിങ്ങൾക്ക് തരാനുള്ള സാധ്യതയാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് വേണം ഇവിടെ പറയാൻ. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുടെ എനർജി, ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇതേ പ്രണയം തന്നെ ഇതിനു വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഈ ഒരു പ്രണയത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ. ഇതുപോലെയുള്ള പ്രണയമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന വളരെയധികം പരിശുദ്ധമായ ദൈവികമായ സ്നേഹം നിറഞ്ഞ പ്രണയം, അതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രണയം കണ്ടില്ലേ? ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ള ഒരു പ്രണയത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ തുടങ്ങുന്നത്. ഇതിനുവേണ്ടിയാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായി പല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു.